ചെക്കപ്പിന് പോയിട്ട് വന്നു. രാത്രി 9:30 വീട്ടിൽ കയറിയപ്പോഴത്തേക്ക് കേട്ടോ. ഇന്ന് നമ്മളെ ഒരു 3 മണിയൊക്കെ ആയപ്പോഴാണ് എൻ്റെ ടോക്കൺ വിളിച്ചത്. പിന്നെ ചെക്കപ്പ് കഴിഞ്ഞ് പോയി മെഡിസിനൊക്കെ മേടിച്ച് പിന്നെ അവിടുന്ന് ബസ് സ്റ്റാൻഡിൽ വന്ന് ബസ് കയറി. അടൂർ വന്നപ്പോൾ ബസ്സിന് എന്തോ കംപ്ലൈൻ്റ് ആയിട്ട് അവിടുന്ന് വേറെ ബസ്സിന് കയറിയാണ് നമ്മൾ പത്തനംതിട്ട വന്നത്. രാവിലെയും അതുപോലെ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. ഇന്ന് 1-ാം തീയതി ആയതുകൊണ്ട് ബസ് എരുമേലിയിൽ ബ്ലോക്കായിട്ട് കിടക്കുമായിരുന്നു. അതുകൊണ്ട് നമ്മൾ സീറ്റ് ബുക്ക് ചെയ്തിട്ടാണ് ഞാൻ പോയത്. എനിക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടിയില്ലെങ്കിൽ എനിക്ക് അത്രയും ദൂരം നിൽക്കാൻ വയ്യാത്തത് കൊണ്ട് അപ്പോൾ കുറേ ഡിലേ ആയിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞ് പിന്നെ നമ്മൾ അടുത്ത ബസ്സിന് കയറിയാണ് പോയത്. സീസൺ തുടങ്ങുന്നതിൻ്റേതായിട്ടുള്ള തിരക്കും ഒക്കെ ആയിരുന്നു. അപ്പോൾ രാവിലത്തെ യാത്ര അങ്ങനെയായിരുന്നു. വൈകിട്ട് ഇങ്ങോട്ട് വന്നതും അങ്ങനെയായിരുന്നു. ഭയങ്കര ക്ഷീണമുണ്ട്. മരുന്നൊക്കെ തന്ന് വിട്ടിട്ടുണ്ട്. ഇതുവരെ നമുക്ക് 6 മാസം കൂടുമ്പോൾ പോയിരുന്നത് ഇത്തവണ 9 മാസം കഴിഞ്ഞ് ഇനി ചെന്നാൽ മതി. അതായത് അടുത്ത ഓഗസ്റ്റിലേക്കാണ് ഇനി ഡേറ്റ് എടുത്തിരിക്കുന്നത്. അതൊരു സന്തോഷം, സമാധാനം. പിന്നെ ഇന്ന് ഡോക്ടർ കുറച്ച് വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്തത് ഒരു സമാധാനമാണ്. പിന്നെ കൈക്ക് നീര് വെച്ച പ്രശ്നം ഒന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കൈ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. എനിക്ക് 10 വർഷത്തേക്ക് തന്നിരിക്കുന്ന മെഡിസിൻ എന്ന് പറയുന്നത് ഒരു ഹോർമോൺ ടാബ്ലറ്റാണ്. അപ്പോൾ ആ മെഡിസിൻ എടുക്കുന്ന സമയത്ത് പീരീഡ്സ് ഉണ്ടാവരുതെന്നാണ് പറയുന്നത്. പീരീഡ്സ് നമുക്ക് റെഗുലറായിട്ടൊക്കെ വരുന്നത് വീണ്ടും നമ്മുടെ ബോഡിയിൽ ഹോർമോൺ ചേഞ്ചസ് നടക്കുമല്ലോ. അപ്പോൾ അതൊരു പ്രശ്നമുണ്ട്. അതിങ്ങനെ ചോദിച്ചിട്ടുണ്ട്. വേറെ കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ മാമോഗ്രാമിൻ്റെ റിപ്പോർട്ടിനകത്ത് കുഴപ്പമൊന്നുമില്ല ഇതുവരെ. അപ്പോൾ ഞാൻ വന്ന് എനിക്ക് തല പെരുത്ത് എനിക്ക് വയ്യായിരുന്നു. പോയി കുളിച്ച് ചൂടുവെള്ളത്തിൽ കുളിച്ചു. ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യം പറഞ്ഞ് പോസ്റ്റ് ഷെയർ ചെയ്ത് കണ്ടപ്പോഴത്തേക്ക് ഒത്തിരി പേര് വിവരങ്ങളൊക്കെ ചോദിച്ചതിന് പോയിട്ട് എന്തായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ അങ്ങ് എടുത്തത് കേട്ടോ. ഒത്തിരി പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥന എൻ്റെ കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് സമാധാനമുള്ള കാര്യങ്ങൾ ഡോക്ടർ അടുക്കൽ നിന്ന് കേൾക്കാൻ പറ്റിയത്. അതുകൊണ്ട് അതിൽ എത്ര നന്ദി പറഞ്ഞാലും തീരൂല. എല്ലാവരോടും സ്നേഹം. അടുത്ത ദിവസം കാണാം കേട്ടോ. അമ്മയുടെ അടുക്കൽ നിന്ന് ചോറെടുത്തുകൊണ്ട് വന്നതാണ്. പാത്രം വലുതാണെങ്കിലും ചോറ് എനിക്ക് പാകത്തിനേ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ പഴുത്ത മാങ്ങ കറിയാണ്. ഞാൻ വാങ്ങിയ മാങ്ങയാണ്. അതമ്മ കറി വെച്ചത്. അപ്പോൾ അതുകൂടെ കൂട്ടി ഇച്ചിരി ചോറുണ്ണട്ടെ.